ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. തൈര് കഴിക്കാൻ പലർക്കും വളരെയധികം ഇഷ്ടമായിരിക്കും. എന്നാൽ ചിലർക്ക് തൈര് കഴിക്കാൻ ഇഷ്ടമുണ്ടാകില്ല. പക്ഷേ ചിലർക്ക് തൈര് കഴിച്ചാൽ കഫക്കെട്ട്, തുമ്മൽ, അലർജി എന്നീ ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട്. അതിനാൽ തൈര് കഴിക്കാത്തവരുണ്ട്. എന്നാൽ ഈ തൈര് ദിവസേന കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന നിരവധി ഗുണങ്ങളുണ്ട്. അവ എന്തെല്ലാം എന്ന് നോക്കാം. 1. പ്രോട്ടീൻ, കാൽഷ്യം, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളെല്ലാം തൈരിൽ അടങ്ങിയിരിക്കുന്നു. ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ചിലർക്ക് വയറുവീർക്കൽ, അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാണാറുണ്ട്. ഇത്തരം ദഹന പ്രശ്നങ്ങൾ മാറുന്നതിന് തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. തൈരിൽ അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്സ് ആണ് ദഹന പ്രശ്നങ്ങൾ മാറ്റാൻ സഹായിക്കുന്നത്. തൈര് നല്ലൊരു പ്രോബയോട്ടിക്സ് ആയതിനാൽ നല്ലതും ഗുണം ചെയ്യുന്നതുമായ ബാക്ടീരിയകൾ കുടലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും വീക്കം സംഭവിച്ച ദഹന വ്യവസ്ഥ ശമിപ്പിക്കുന്നതിനും വയറുവേദനയെ അകറ്റുന്നതിനും സഹായിക്കുന്നു. കൂടാതെ മലബന്ധമെന്ന ആരോഗ്യ പ്രശ്നം കുറയ്ക്കാനും വളരെ നല്ലതാണ് തൈര്. 2. തൈരിൽ കാണപ്പെടുന്ന പ്രധാന പോഷകങ്ങളായ പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ രോഗമുണ്ടാക്കുന്ന അണുക്കളെ ചെറുക്കുകയും കുടലിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതിനാൽ ദിവസവും 200 ഗ്രാം തൈര് കഴിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഫലപ്രദമാണെന്ന് സയൻസ് പറയുന്നു. 3. ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് തൈര് ഫലപ്രദമാണെന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊഴുപ്പില്ലാത്ത തൈര് കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ 31% കുറവാണെന്ന് പഠനത്തിൽ കണ്ടെത്തി. തൈരിലെ പ്രത്യേക പ്രോട്ടീനുകൾക്കൊപ്പം പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങളും ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ആരോഗ്യമുള്ള ഹൃദയത്തെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവർക്കുമൊക്കെ മിതമായ അളവിൽ കൊഴുപ്പ് കുറഞ്ഞ തൈര് കഴിക്കുന്നതും വളരെ നല്ലതാണ്. 4. സ്ത്രീകൾക്ക് തൈര് കൂടുതൽ നല്ലതാണ്. തൈരിൽ കാണപ്പെടുന്ന ലാക്ടോബാസിലസ്, അസിഡോഫിലസ് ബാക്ടീരിയ ശരീരത്തിലെ അണുബാധയുടെ വളർച്ചയെ നിയന്ത്രിക്കുകയും ഹൈഡ്രജൻ പെറോക്സൈഡ് ഉൽപ്പാദിപ്പിച്ച് ഈസ്റ്റിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുന്നു. 5. പാലിൽ നിന്നാണ് തൈരുണ്ടാക്കുന്നത്. അതിനാൽ പാലിലുള്ള അത്രയും കാൽഷ്യം തൈരിലും കാണപ്പെടുന്നു. കാൽഷ്യം എല്ലുകളുടെയും പല്ലുകളുടെയും നല്ല ആരോഗ്യത്തിന് വളരെയധികം മികച്ചതാണ്. 1 കപ്പ് തൈരിൽ, അതായത് 250 ഗ്രാം തൈരിൽ ഏകദേശം 275 മില്ലിഗ്രാം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ദിവസേനയുള്ള കാൽഷ്യം എല്ലുകളുടെ സാന്ദ്രത നിലനിർത്താൻ സഹായിക്കുക മാത്രമല്ല എല്ലുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിൽ കൊഴുപ്പും കലോറിയും കുറവാണ്. അതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാനും തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഷുഗർ ഉള്ളവർക്കും വളരെ നല്ലതാണ് കൊഴുപ്പ് കുറഞ്ഞ തൈര്. പ്രമേഹമുള്ളവരുടെ നല്ല ദഹനത്തിനും മെച്ചപ്പെട്ട പ്രതിരോധ ശേഷിക്കും എല്ലുകളുടെ ബലത്തിനുമൊക്കെ തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ പ്രമേഹമുള്ളവരുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന കൂടിയാണ് തൈര്. പ്രമേഹമുള്ളവർ തൈര് ഉപയോഗിക്കുമ്പോൾ മധുരമില്ലാത്തതും ഉപ്പ് ചേർക്കാത്തതുമായ പ്രോബയോട്ടിക് തൈര് വേണം ഉപയോഗിക്കാൻ. പ്ലെയിൻ തൈര് കഴിക്കുന്നതും നല്ലതാണ്. അല്ലെങ്കിൽ തൈര് ഉപയോഗിച്ച് റൈത്ത തയ്യാറാക്കാം. അതുമല്ലെങ്കിൽ മോര് തയ്യാറാക്കി കുടിക്കാം. അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാം. ഈ ചൂട് സമയത്ത് ശരീരം പെട്ടെന്ന് തണുക്കാനായി തൈര് ഉപയോഗിച്ച് എല്ലാവർക്കും കഴിക്കാവുന്ന നല്ലൊരു റെസിപ്പി കൂടെ നോക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. കൊഴുപ്പ് കുറഞ്ഞ തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി കലക്കിയെടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് തയ്യാറാക്കി വെച്ച ഈ മോരൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു കുക്കുംബറിൻ്റെ പകുതി എടുക്കുക. കുക്കുംബർ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. തൊലി കളയേണ്ട ആവശ്യമില്ല. കാരണം കുക്കുംബറിൻ്റെ കൂടുതൽ ആരോഗ്യ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ തൊലി കളയാതെ കുക്കുംബർ ഉപയോഗിക്കണം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക. ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കുക. അടുത്തതായി ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. 4-5 കറിവേപ്പില കൂടെ ചേർക്കുക. ഒരു ചെറിയ കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അതിനുശേഷം റോസ്റ്റ് ചെയ്തെടുത്ത ജീര പൗഡർ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക, കുടിക്കുക. ഇതിൽ ചേർത്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇത് ഷുഗർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ കുടിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ചൂട് സമയത്ത് ശരീരത്തിലെ ചൂട് കുറയ്ക്കാനായി ഇതുപോലെ തയ്യാറാക്കി കുടിക്കുക. ഞാൻ എടുത്തിരിക്കുന്ന തൈര് അധികം പുളിയില്ലാത്ത തൈരാണ്. ഇത് ഒരാൾക്ക് കുടിക്കാവുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. 1-ൽ കൂടുതൽ ആൾക്കാർക്ക് കുടിക്കണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടുതൽ എടുത്താൽ മതി. തൈരിൽ കാൽഷ്യം, വൈറ്റമിൻ ഡി, പ്രോട്ടീൻ, ആരോഗ്യകരമായ ഗട്ട് ബാക്ടീരിയ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ തൈര് പോഷകങ്ങൾ നിറഞ്ഞതാണെന്നും ദൈനംദിന ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തിയാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതെന്നും മനസ്സിലാക്കുക. അതുകൊണ്ട് മുതിർന്നവരും കുട്ടികളുമൊക്കെ ഡെയിലി ഡയറ്റിൽ തൈര് ഉൾപ്പെടുത്തുക.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്